മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രതികളായ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി നീട്ടി എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. 14 ദിവസത്തേക്ക് കൂടിയാണ് റിമാൻഡ് കാലാവധി ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഇരുവരുടെയും റിമാൻഡ് കാലാവധി തീർന്ന സാഹചര്യത്തിലാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയത്. 2 കേസുകളിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. SITയുടെ അന്വേഷണം ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കേസിൽ ഇപ്പോൾ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. ഇരുവരുടെയും റിമാൻഡ് കാലാവധി ഏകദേശം 14 ദിവസത്തേക്ക് കൂടിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. 14 ദിവസത്തേക്ക് കൂടിയാണ് റിമാൻഡ് നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ഇരുവരുടെയും റിമാൻഡ് കാലാവധി തീർന്ന സാഹചര്യത്തിലാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും വിശദമായ രീതിയിൽ തന്നെ ഇനിയും ഇവരിൽ നിന്ന് വിവരങ്ങളും മറ്റ് രേഖകളും മൊഴികളും അടക്കം ലഭിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ റിമാൻഡ് നീട്ടലിലൂടെ മനസ്സിലാകുന്നത്. പ്രധാന കണ്ണിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത കൂടി തെളിയുകയാണ് ഈ റിമാൻഡിന്റെ കാലാവധി കൂട്ടുന്നതിലൂടെ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ 2 പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധിയാണ് നീട്ടിയത്. നിലവിൽ 2 പേരുടെയും റിമാൻഡ് കാലാവധി തീർന്ന ഒരു സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്കാണ് ഇപ്പോൾ ഇരുവരുടെയും റിമാൻഡ് ദിവസം കൂട്ടിയിരിക്കുന്നത്. 2 കേസുകളിലും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ റിമാൻഡ് കാലാവധി കൂട്ടി എന്നൊരു വിവരമാണ് വന്നിരിക്കുന്നത്.